സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ല. സംയുക്ത സമരസമിതിയുടെ സൂചനാ ബസ് സമരം ഇന്ന് നടക്കും. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ കൃത്യമായി പുതുക്കി നൽകുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബസ് ഉടമകൾ. ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക എന്നതും ആവശ്യത്തിലുണ്ട്. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും, മിഥില ബാലൻ കോഴിക്കോട് നിന്നും ചേരുന്നു. അലക്സ്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സൂചനാ പണിമുടക്ക്. ഇതിൽ കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ ജൂലൈ 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കും എന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? ഈ ബസ് സമരം ഏത് രീതിയിലാണ് ആളുകളെ ബാധിക്കുന്നത്? ക്രിസ്റ്റീന, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ കൃത്യമായി പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി സ്വകാര്യ ബസ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സൂചനാ പണിമുടക്കെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പിന്, ഗതാഗത കമ്മീഷണർക്കൊക്കെ നോട്ടീസ് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് ഗതാഗത കമ്മീഷണറുടെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ പണിമുടക്കുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചത്. രാവിലെ 6 മണി മുതൽ അവരുടെ പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് ഈ സ്വകാര്യ ബസ് സമരത്തെ മറികടക്കുന്നതിന് വേണ്ടി KSRTC അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. തൊട്ടു പിന്നിൽ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് കാണാം, നിർത്തിയിട്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകൾ കാണാം. അതുമാത്രമല്ല, കൂടുതലായി സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളെയും തൊട്ടു പിന്നിൽ കാണാം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ആ മേഖലകളിൽ കൂടുതലായി KSRTC ബസ് ഓപ്പറേറ്റ് ചെയ്താൽ മതിയാകും. പക്ഷേ സ്വകാര്യ ബസ്സുകൾ കൂടുതലായി സർവീസ് നടത്തുന്ന ഇടങ്ങളിലാകട്ടെ കാര്യമായി തന്നെ ബസ് സമരം ആളുകളെ ബാധിക്കുകയും ചെയ്യും. ഇതിൽ മന്ത്രി എടുക്കുന്ന ഒരു നിലപാട്, ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ എടുക്കുന്ന ഒരു നിലപാട്, ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയ നടപടി എന്തു തന്നെയാണെങ്കിലും പിൻവലിക്കില്ല എന്ന് അദ്ദേഹം നിലപാടെടുക്കുന്നു. സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല എങ്കിൽ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുമെന്ന് സ്വകാര്യ ബസ് സംയുക്ത സമര സമിതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിൽ സ്വകാര്യ ബസ് സമരം ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് സ്വകാര്യ ബസ്സുകൾ പ്രവർത്തിക്കുന്നില്ല, ഒരു സ്വകാര്യ ബസ്സുകളും പ്രവർത്തിക്കുന്നില്ല. KSRTC ബസ്സുകളാകട്ടെ കൂടുതൽ സർവീസ് നടത്തി അത് മറികടക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിരിക്കുന്നു. കൃഷ്ണ. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്യാംകുമാർ, ഇന്നലെയും ഒരു ചർച്ച നടന്നതാണ്, പക്ഷേ അത് പരാജയപ്പെട്ടുപോയി. ഈ വിദ്യാർത്ഥികളുടെ കൺസെഷന്റെ കാര്യത്തിൽ, ഉന്നയിക്കപ്പെടുന്ന മറ്റാവശ്യങ്ങളുടെ കാര്യത്തിൽ അനുകൂലമായൊരു ഈ സമരക്കാർക്ക് അനുകൂലമായൊരു തീരുമാനം നിലവിലെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊരു സമവായം രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഈ ബസ് സമരം, സൂചനാ പണിമുടക്ക് എങ്ങനെ ജനങ്ങളെ ബാധിക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിലായിരിക്കും ഒരുപക്ഷെ കൂടുതലായി വ്യക്തമാകും. എങ്കിലും ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്താണ്? പകരം ക്രമീകരണങ്ങൾ KSRTCയുടെ അടക്കം കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ശ്യാംകുമാർ. റിജിത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈറ്റില ഹബ്ബിലാണ്. അവിടുത്തെ ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. സ്വകാര്യ ബസ്സുകൾ എല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ സർവീസ് നടത്തേണ്ട ബസ്സുകളാണ്, സിറ്റി ബസ്സുകളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. പക്ഷേ KSRTC ബസ്സുകൾ ഹബ്ബിലേക്ക് കൂടുതൽ എത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഹബ്ബിൽ നിന്ന് ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് ആലപ്പുഴയിൽ നിന്നും, തൃശ്ശൂരിൽ നിന്നും, ഇടുക്കിയിൽ നിന്നും, കോട്ടയത്തു നിന്നും ഒക്കെ ഈ സ്വകാര്യ ബസ്സുകൾ വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്. ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതലും സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് ജോലിക്കായി കൊച്ചി നഗരത്തിലേക്ക് എത്തുന്ന ആയിരങ്ങളാണ് ഉള്ളത്. ഇവർക്കൊക്കെ ഇന്ന് വലിയ തിരിച്ചടിയാകും. കാരണം അത്രയും KSRTC ബസ്സുകൾ ഏർപ്പെടുത്തുക അസാധ്യമാണ് കൊച്ചിയെ സംബന്ധിച്ച്. കാരണം കൊച്ചിയിലേക്ക് എത്തുന്ന ആളുകളിൽ വലിയൊരു ഭാഗവും ഈ മറ്റു ജില്ലകളിൽ നിന്നും വരുന്ന ആളുകളാണ്. അവർക്കിന്ന് കൊച്ചിയിലേക്കുള്ള വരവ് ദുഷ്കരമായിരിക്കും. പ്രത്യേകിച്ച് ദിവസ ജോലിക്കും കടകളിൽ നിൽക്കുന്ന ജീവനക്കാരും ഒക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഇവിടെ ഈ കാണാവുന്ന ബസ്സുകളൊക്കെ ഈ 5 മണി 5:30 സർവീസ് നടത്തേണ്ട ബസ്സുകളാണ്. ആ ഹബ്ബിലും കാണാം കൂടുതൽ ഇന്ന് ഈ സമയത്ത് ആളുകൾ കൂടുതലായി വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിരത്തിയിട്ടതിനാലാണ് ഇപ്പോൾ ഈ ആളുകൾക്ക് KSRTC ബസ്സിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. കൂടുതൽ സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നുവെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന സർവീസുകൾ പൂർണ്ണമായും നിൽക്കുന്നതോടെ ഇന്ന് പൊതുജനങ്ങൾക്ക് യാത്രാ ദുരിതം തന്നെ കൊച്ചിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വരും മണിക്കൂറുകളിൽ മാത്രമാവും എത്രത്തോളം വലിയ ദുരിതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുക. ശരി, ഇനി കോഴിക്കോട്ടേക്കാണ്. അവിടെ മിഥില ബാലനുണ്ട്. മിഥില, ഗുഡ് മോർണിംഗ്. അവിടെ എന്താണ് മലബാറിലെ അവസ്ഥ? KSRTC കൂടുതലായി സജ്ജീകരിച്ചിട്ടുണ്ടോ? ഈ സ്വകാര്യ ബസ്സുകൾ ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ മാത്രം അത് പര്യാപ്തമാണോ?
ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ ബസ് സമരം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് വടക്കൻ കേരളത്തെയാണ്, മലബാറിലെ ജില്ലകളിലാണ്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന യാത്രക്കാരാണ് മലബാറിലെ ജില്ലകളിലുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാടൊക്കെ ഉള്ളത്. മലയോര മേഖലകൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ പുതിയ സ്റ്റാൻഡിൽ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലാണ്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെത്തിയപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്നത് ബസ് സമരം ഉള്ളത് അറിയാതെ എവിടെ എത്തി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ക്രിസ്റ്റീന, ബസ് സമരം അറിയില്ലായിരുന്നോ നിങ്ങൾ? ബസ് സൂചന സമരം ഉണ്ടെന്ന് അറിയാം, പക്ഷേ അത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരിക. ഈ കോരിച്ചേരുന്ന മഴയത്ത് ഇങ്ങനെ ഒരു സമരം തന്നാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. സന്ദർഭോചിതമല്ലാത്ത ഒരു സമരമാണ്. അതുകൊണ്ട് ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ബസ് ഒത്തിരി നേരമായോ ഇവിടെ ഇരിക്കുന്നത്? ഒരു അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാണ്. ബാലുശ്ശേരി ബസ് KSRTC വരാനുണ്ടോ എന്നുള്ളത് നോക്കുക പോകാൻ വേണ്ടി. നിങ്ങളും സമാനമായ സാഹചര്യം? സാധാരണ ഞങ്ങൾ രണ്ടാമത് തിരുവനന്തപുരത്ത് വരികയാണ്. ഈ സമരമുണ്ടെങ്കിൽ പെട്ടെന്ന് അറിഞ്ഞത്. നാളത്തെ സമരം നേരത്തെ അറിയൂ, ഇന്നത്തെ അറിയൂല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ആൾക്കാർക്ക്. ചില പെട്ടെന്ന് ഒരു സമരം ഒക്കെ നോക്കാൻ ഭയങ്കര ഇതാണല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, ഇതാണ് ഇവിടെ എത്തിയ യാത്രക്കാർക്ക് പറയാനുള്ളത്. ബസ് സമരം സൂചനാ പണിമുടക്കുണ്ടെന്ന് അറിയായിരുന്നു, പക്ഷേ അത് ഇത്ര രീതിയിൽ ബാധിക്കും എന്നത് ഇവർ അറിഞ്ഞിട്ടില്ല. KSRTC ബസ്സുകൾ അധിക സർവീസ് നടത്തുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ KSRTC ബസ്സുകൾ അധിക സർവീസ് നടത്തും. എല്ലാ യൂണിറ്റുകളിലും ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തണമെന്ന നിർദ്ദേശം KSRTC അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പ്രത്യേക സർവീസുകൾ, പ്രത്യേകിച്ച് പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്താൻ ഇടയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് യാത്രാ സൗകര്യം വേണ്ട ഇടങ്ങളിലേക്ക് കൂടുതൽ സർവീസ് നടത്തണമെന്ന നിർദ്ദേശം KSRTC നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധിക സർവീസ് ഉൾപ്പെടെ നടത്തി ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം KSRTCയുടെ ഭാഗത്തും ഉണ്ടാകും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു ആദ്യ നിമിഷത്തിൽ നമുക്ക് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്നും യാത്രക്കാർ ദുരിതം അനുഭവിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, അരമണിക്കൂറിലധികമായി ഇവിടെ ബസ്സിന് കാത്തു നിൽക്കുന്നു. KSRTC ബസ് എത്തും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. നമ്മളിപ്പോൾ കണ്ട യാത്രക്കാർ എന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്, ബാലുശ്ശേരിയിലേക്ക് പോകുന്ന യാത്രക്കാരാണ്. അവർ ഇപ്പോൾ ഏതെങ്കിലും ഒരു KSRTC ബസ്, ഈ മേഖലയിലേക്കുള്ള ഏതെങ്കിലും KSRTC ബസ് എത്തുമോ എന്ന ഒരു പ്രതീക്ഷയോടെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, മിഥില ബാലൻ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വരും മണിക്കൂറുകളിൽ വലിയ പ്രതിസന്ധി ഈ സൂചനാ പണിമുടക്ക് ജനങ്ങൾക്കുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഈ ഉൾമേഖലയിലേക്കൊക്കെ പോകുന്ന ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. നഗരമേഖലയിലും സമാനം തന്നെയായിരിക്കും സാഹചര്യം. എന്തായാലും സൂചനാ പണിമുടക്ക് എന്ന നിലയിലാണ് ബസ് സമരം നടക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.